ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയോട് കൂടി വഴുതനങ്ങ ഫ്രൈ നമുക്ക് ഈസിയായി തന്നെ വീട്ടിലുണ്ടാക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ അത്യാവശ്യം വലിപ്പമുള്ള 3 വഴുതനങ്ങയാണ് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തത്. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തത്. എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും, നല്ല കളറും കിട്ടും. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കണം. കോൺഫ്ലവർ അധികം ആവാൻ പാടില്ല, 1.5 ടേബിൾ സ്പൂൺ തന്നെ ധാരാളം മതി. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയും പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ഇത് നന്നായി മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. അല്പം വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. പേസ്റ്റ് രൂപത്തിലുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് എടുത്ത് അതിൽ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ഇടുന്നത് നല്ലതായിരിക്കും. അതിട്ട് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കുകയില്ല. ഇനി ഓരോന്നോരോന്നായിട്ട് ഇതിന് മുകളിൽ വെച്ച് വറുത്ത് കോരി എടുക്കാം. കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വഴുതനങ്ങ ഫ്രൈ ആണിത്. മീൻ പൊരിച്ചെടുക്കുന്നത് പോലെ നല്ല രുചിയോട് കൂടി തന്നെ നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി അടുത്ത നല്ല റെസിപ്പി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.